10 മണിക്കായിരിക്കും മൃതദേഹം ഇവിടെ നിന്ന് എടുക്കുക. ഞാനിപ്പോഴുള്ള എനിക്ക് തൊട്ടുപിറകിലുള്ള മോർച്ചറിയിലാണ് മിഥുൻ്റെ മൃതദേഹമുള്ളത്. വ്യാഴാഴ്ച വൈകുന്നേരം 7 മണിയോടുകൂടിയാണ് മിഥുൻ്റെ മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുവന്നത്. ഇവിടെ നിന്ന് രാവിലെ 10 മണിക്ക് മൃതദേഹം എടുത്ത് സ്കൂളിലേക്ക് വിലാപയാത്രയായിട്ട് കൊണ്ടുപോകും. 10 മണി മുതൽ ഇവിടെ നിന്ന് അവിടെ എത്തുന്ന സമയം മുതൽ ഒരു മണി വരെയോളം സ്കൂളിൽ പൊതുദർശനത്തിന് വെക്കും. ഇതിനുശേഷം വിലാപയാത്രയായിട്ട് തന്നെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരും. വൈകുന്നേരം 5 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇതിനിടയിൽ ഒരു മണിയോടുകൂടി അമ്മ എത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ നിന്ന് വീട്ടിലേക്കാണേലും സ്കൂളിലേക്കാണേലും ഒരു 5 കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്ഥലമാണ്. പറഞ്ഞതുപോലെ മിഥുൻ പലതവണ ഇവിടെ ശാസ്താംകോട്ട മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ കേന്ദ്രമാണ് ഈ താലൂക്ക് ആശുപത്രി. മിഥുൻ പലതവണ ഇവിടെ പനിക്കോ മറ്റാവശ്യങ്ങൾക്കോ ബന്ധുക്കളെ കാണാനോ ഒക്കെ വന്നിട്ടുണ്ടാവും. ജീവിച്ചാൽ ഒരിക്കൽ മരിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ചെറുപ്രായത്തിൽ കുഞ്ഞുങ്ങൾ മരിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അശ്രദ്ധ മൂലം മരിക്കുക എന്നുള്ളത് എത്രത്തോളം വേദനാജനകമാണെന്ന്, എത്രത്തോളം ഹൃദയഭേദകമാണെന്ന് നമ്മൾ അല്പം മുമ്പ് മിഥുൻ്റെ വീട്ടിൽ നിന്നുള്ള അച്ചമ്മയുടെയും ബന്ധുക്കളുടെയും ഒക്കെ കരച്ചിൽ കണ്ടതാണ്. മരണം എപ്പോഴും നമുക്ക് വേദന നൽകുന്ന ഒന്നാണ്. പക്ഷേ പിഞ്ചു മക്കൾ മരിക്കുമ്പോൾ, അച്ഛനും അമ്മയും അമ്മുമ്മയും അവരുടെ മുൻ തലമുറയും ഒക്കെ ജീവിച്ചിരിക്കുമ്പോൾ ഒരു സംവിധാനത്തിൻ്റെ അശ്രദ്ധ കൊണ്ട് ഒരു കുഞ്ഞ് മരിക്കുക എന്നുള്ളത് ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. എന്തായാലും ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് പലപ്പോഴും അവർ എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ സങ്കടത്തിനിടയിലും പറയാൻ പറ്റുന്ന ഒരു കാര്യം. പ്രത്യേകിച്ച് മകനെ കാണാൻ വേണ്ടി, അല്ലെങ്കിൽ മക്കളുടെ ഒരു നന്മയ്ക്ക് വേണ്ടി, മക്കൾക്ക് കുറച്ചുകൂടെ ഒരു ജീവിത പശ്ചാത്തലം ഒരുക്കാൻ വേണ്ടിയാണ് അമ്മ സുജ വിദേശത്തേക്ക് പോകുന്നത്. നമ്മൾ ആ വീടിൻ്റെ ദൃശ്യങ്ങൾ രാവിലെ നമ്മൾ ആദ്യം തന്നെ അവിടെ പോയപ്പോൾ നമ്മൾ കണ്ടതാണ്. ആ വീടിൻ്റെ ഒരു ദുരവസ്ഥയും അവരുടെ ഒരു സാമ്പത്തിക പശ്ചാത്തലവും. സ്വാഭാവികമായിട്ട് തന്നെ അത്ര വലുതല്ലാത്ത മക്കളെ വീട്ടുകാരെ ഏൽപ്പിച്ചിട്ട് ഒരമ്മ ജോലിക്ക് പോകുക എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. നമ്മൾ വീടുകളിലൊക്കെ നോക്കുമ്പോൾ സാധാരണ നിലയിൽ അച്ഛന്മാരാണ് പുറത്തേക്ക് പോകുന്നത്. കാരണം മക്കളെ അമ്മ നോക്കിക്കോളും. കാരണം അച്ഛൻ നോക്കുന്നത് പോലല്ല അമ്മ നോക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ 2 കുഞ്ഞു മക്കളെ വീട്ടുകാരെ ഏൽപ്പിച്ചിട്ട് വിദേശത്തേക്ക് പോവുക എന്ന അമ്മ തീരുമാനത്തിലെടുക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം കുഞ്ഞുങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല ജീവിത പശ്ചാത്തലം കൊടുക്കുക, നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. ആ അമ്മയാണ് ഒരു പക്ഷേ അന്ന് രാവിലെയും ഇതിനോട് സംസാരിച്ചിട്ടുണ്ടാവും മൊബൈൽ. കാരണം സുജ ഈ കുവൈറ്റിലായിരിക്കുമ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ പോയപ്പോഴും ഇടയ്ക്ക് വീടുമായിട്ട് ഇപ്പോൾ മൊബൈലൊക്കെ ഉള്ളതുകൊണ്ട്, വാട്സാപ്പൊക്കെ ഉള്ളതുകൊണ്ട് അത്തരത്തിൽ സംസാരിക്കുമൊക്കെ ആയിരുന്നു. രാവിലെ ഒരു പക്ഷേ അന്ന് വൈകുന്നേരം മിഥുൻ മരിക്കുന്നതിൻ്റെ തലേന്ന് വൈകുന്നേരവും സംസാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിൽ എന്തെല്ലാം ഓർമ്മകളും എന്തെല്ലാം പ്രതീക്ഷകളുമായി വിദേശത്തേക്ക് പോവുകയും ദുഃഖം നിറഞ്ഞ ഓർമ്മകളുമായി തിരിച്ചു വരികയും ചെയ്യുന്ന ഒരു അമ്മയുടെ മാനസികാവസ്ഥ ആർക്കും, നമ്മൾ ഈ മോർച്ചറിയിൽ മൃതൻ്റെ മൃതദേഹം കൊണ്ടുവരും ഇതിനുമായി യാതൊരു പരിചയമില്ലാത്ത ആളുകൾ പോലും കരയുന്ന രംഗമാണ് നമ്മൾ കണ്ടത്. കാരണം ഒരു കുഞ്ഞ് സ്വാഭാവികമായിട്ടും തന്നെ നമുക്ക് അടുപ്പമില്ലാത്ത ആളുകൾ ആണെങ്കിൽ പോലും നമ്മളൊരു മരണ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ സ്വാഭാവികമായി തന്നെ അവിടുത്തെ ഒരു സങ്കടമൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ മനുഷ്യത്വമുള്ള ഹൃദയമുള്ള എല്ലാവരും ആ വികാരത്തിനോടൊപ്പം ചേരുകയാണ് ചെയ്യുന്നത്. അത്തരത്തിൽ മിഥുനെ ഇവിടെ കൊണ്ടുവന്നപ്പോഴും ആളുകൾക്കൊക്കെ അതിവൈകാരികമായൊരു ആ മിഥുൻ്റെ ആ ഒരു മരണത്തെ അത്തരത്തിലാണ് മനുഷ്യർ ഹൃദയം കൊണ്ട് കണ്ടത്. എന്തായാലും 10 മണിയോടുകൂടി മൃതദേഹം ഇവിടെ നിന്ന് എടുക്കും. ഇവിടുന്ന് 5 കിലോമീറ്റർ അപ്പുറമാണ് സ്കൂളുള്ളത്. വിലാപയാത്രയായി 10 മണിയോടുകൂടിയാണ് മിഥുന്റെ മൃതദേഹം അവിടെ നിന്ന് എടുക്കുക. വിലാപയാത്രയായിട്ടാണ് സ്കൂളിലേക്ക് പോവുക. രഘു സൂചിപ്പിച്ചതുപോലെ തന്നെ മരണം എല്ലായ്പ്പോഴും എല്ലാവരിലും ഉണ്ടാകും, എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. പക്ഷേ ഇത്ര ചെറിയ പ്രായത്തിൽ ഒരു കുഞ്ഞുമകനെ നമ്മുടെ വീഴ്ച കൊണ്ട്, അനാസ്ഥ കൊണ്ട്, അധികൃതരുടെ അലംഭാവം കൊണ്ട് നഷ്ടമാകുന്നു എന്നിടത്താണ് ആ വേദനയുടെ ആഘാതം കൂടുന്നത്. മിഥുനിനി എത്രയോ കാലം ജീവിക്കേണ്ടിയിരുന്നു.